ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. ഒരു ഭാഗത്ത് യുദ്ധത്തിന്റെ വിപത്ത് വലിയ രീതിയിൽ പശ്ചിമേഷ്യൻ മേഖലയിലും റഷ്യ ഉക്രൈൻ മേഖലയിലും വരിക, പാലസ്തീൻ ജനതയ്ക്ക് ഒരു പ്രത്യേക രാജ്യം ഐക്യരാഷ്ട്ര സഭ മുന്നോട്ടേക്ക് വെച്ച കാഴ്ചപ്പാട് അതായിരുന്നു. അതിനെ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രയേലി സേന അധിനിവേശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ലോകത്ത് സൃഷ്ടിച്ചത്. ഇസ്രയേലിൻ്റെ ഈ നീക്കങ്ങൾക്ക് അമേരിക്കൻ സാമ്രാജ്യത്വം വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലെബനൻ, സിറിയ എന്നീ രാജ്യങ്ങളുടെ ഭൂപ്രദേശത്ത് ഇസ്രയേലിൻ്റെ ഏകപക്ഷീയമായ ബോംബാക്രമണം, ഹമാസ് നേതാവായ ടെഹ്റാനെ ഹനിയെ കൊലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം ഈ യുദ്ധത്തെ പശ്ചിമേഷ്യയിലാകെ വ്യാപിപ്പിക്കാനുള്ള നീക്കമായിട്ടാണ് കാണേണ്ടി വരുന്നത്. റഷ്യയെ ദുർബലപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ഉക്രൈനെ ഉപയോഗപ്പെടുത്തുക എന്ന രീതിയാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വൻ സഹായങ്ങളാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം നൽകുന്നത്. അമേരിക്ക നൽകിയിട്ടുള്ള ദീർഘദൂര മിസൈലുകൾ റഷ്യയെ ലക്ഷ്യമാക്കി ഉപയോഗപ്പെടുത്താൻ അവർ അനുവദിച്ചാൽ യുദ്ധം റഷ്യയിലാകെ വ്യാപിക്കുകയും നാറ്റോ സഖ്യശക്തികൾക്കെതിരായ തിരിച്ചടികൾ ഉണ്ടാവുന്ന സ്ഥിതി രൂപപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ലോകത്തെ യുദ്ധങ്ങൾക്കും സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കുമെതിരെ ഇസ്രയേലി അധിനിവേശം ശക്തിപ്പെടുത്തിയ ഒക്ടോബർ 7-ാം തീയതി ഒരു കൊല്ലം ആവുകയാണ്. അതുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതി യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സംബന്ധിച്ച് വിപുലമായ സമ്മേളനങ്ങൾ, യുദ്ധത്തിനെതിരായി സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ വിഭാഗങ്ങളുമായി ചേർന്ന് നടത്താനാവണം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കുന്ന വിധം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി ഇതെല്ലാം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അവരുടെ പ്രധാന അജണ്ടയോടൊപ്പം ചേർത്തുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനെതിരായി അതിശക്തിയായിട്ടുള്ള ക്യാമ്പയിൻ നമുക്ക് സംഘടിപ്പിക്കാൻ ആവണം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലക്കുറവ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക്. എന്നാൽ ചില്ലറ വിൽപ്പനയിൽ വിലയിലൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മ അതിഭീകരമായ രീതിയിൽ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. സ്വകാര്യവൽക്കരണ നയങ്ങളും ഇതിനോടൊപ്പം തന്നെ ശക്തിപ്പെടുകയാണ്. ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്താനുള്ള ക്യാമ്പയിനും സംഘടിപ്പിക്കണം. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളും
രാജ്യത്താകമാനം വ്യാപകമാകുകയാണ്. ഇതും ശക്തിയായി പ്രതിരോധിക്കേണ്ടുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള കേന്ദ്ര മുദ്രാവാക്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് യാതൊരു തരത്തിലുള്ള പ്രത്യേക ഫണ്ടും കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമെല്ലാം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണന ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒക്ടോബർ 15 മുതൽ നവംബർ 15 വരെ കേരളത്തിലുടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോഴും ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളുമാണ് നടന്നു വരുന്നത്. ഒക്ടോബറോടുകൂടി ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാവും. സെപ്റ്റംബർ അവസാനിക്കുന്ന ഘട്ടമായപ്പോൾ പരിശോധിച്ചപ്പോൾ മിക്കവാറും ബ്രാഞ്ച് സമ്മേളനങ്ങൾ അപൂർവം ജില്ലകളിൽ ഒഴിച്ച് ബാക്കി പൂർത്തിയായിട്ടുണ്ട്. 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. മാധ്യമങ്ങളെല്ലാം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലപോലെ ബ്രാഞ്ച് സമ്മേളനത്തിന് പ്രചരണം നൽകിയിട്ടുണ്ട്. ഇനി ലോക്കൽ സമ്മേളനം വരുമ്പോൾ ലോക്കൽ സമ്മേളനത്തെയും ഒക്ടോബറിലാണ് ലോക്കൽ സമ്മേളനം നടക്കുക. അതിനെ തുടർന്ന് ഏരിയ സമ്മേളനങ്ങളും നവംബറോടുകൂടി നടക്കാൻ പോവുകയാണ്. ഡിസംബറിലാണ് ജില്ലാ സമ്മേളനം ആരംഭിക്കുക. അപ്പോൾ ജില്ലാ സമ്മേളനവും ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കണമെന്ന് തീരുമാനിച്ചത്. CPIM-നെതിരായും പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഗവൺമെൻറ്റും അതിനെതിരായിട്ടെല്ലാം അതിശക്തിയായ പ്രചരണം സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ്. അതിൽ പ്രധാനമായിട്ടും മാധ്യമങ്ങളാണ്. പ്രചരണം സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സാഹചര്യത്തെ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചത്. വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനങ്ങളും എന്ന ഒരു രേഖ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. 2-3 മാസം കഴിയുമ്പോഴാണ് മനോരമയും മാതൃഭൂമിയെല്ലാം ഈ രേഖയുടെ ഭാഗങ്ങൾ പിന്നീട് പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, അവസാനത്തേക്ക് നിൽക്കേണ്ട കാര്യമില്ല. പാർട്ടിയിലുടനീളം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള തീരുമാനവും സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അല്ല, പൊതുരാഷ്ട്രീയ സ്ഥിതിയല്ല, വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനവും, ഇതാണ് ആ രേഖയുടെ പേര്. അവതരിപ്പിച്ച് അംഗീകരിച്ചു. അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ജനാധിപത്യ വിരുദ്ധരെ, അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് മുദ്ര കുത്തുന്നത്. ആ സമീപനമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്നത്. എന്നാൽ ഫാസിസത്തെ ഉൾപ്പെടെയുള്ള അമിതാധികാര പ്രവണതക്കെതിരെയും ലോകത്തെമ്പാടും പൊരുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതാണ് ചരിത്രം. ഹിറ്റ്ലറെ പോലും മുട്ടുകുത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചത് സോവിയറ്റ് റഷ്യയിൽ വെച്ചാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ യുദ്ധം മുന്നേറിയത്. അപ്പോൾ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല, വർത്തമാനകാലത്ത് ഫ്രാൻസിലും ബ്രിട്ടനിലും ജനാധിപത്യത്തെ സംരക്ഷിച്ച് നിർത്തിയത് ഇടതുപക്ഷം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ് എന്ന് കാണാം. ഫ്രാൻസിൽ പ്രത്യേകമായിട്ടും അതെ, ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്.
അതിനാൽ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ഇടതുപക്ഷത്തെ ശക്തിയായി എതിർക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മോഹൻ ഭഗവത് തന്നെ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇടതുപക്ഷമാണ് എന്നാണ്. ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനം അവരിപ്പോഴും മോഹൻ ഭഗവത് പറയുന്നതല്ല, മുമ്പ് തന്നെ കൃത്യമായിട്ട് ഗോൾവാൾക്കർ എഴുതി വെച്ചതാണ്. ഞങ്ങളുടെ പൊതു ശത്രുക്കൾ അത് 3 എണ്ണമാണ്. അത് 1 മുസ്ലിം, 2 ക്രിസ്ത്യൻ, 3 കമ്മ്യൂണിസ്റ്റ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളമാണ് എന്ന് മോഹൻ ഭഗവത് തന്നെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെതിരായി അതിശക്തിയായ പ്രതിഷേധവും ജനവികാരവും ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് കാണുന്നത്. അത് അയോധ്യയിലെ പ്രതിഷ്ഠ, അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം, ഇടതുപക്ഷ തീരുമാനം രാജ്യത്തെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന നിലപാടായിട്ട് മാറിയിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു തീരുമാനത്തിലെത്തുന്നതിനിടയിലാണ് CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളും വ്യക്തമായിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ആ നിലപാട് ഇന്ത്യ വേദിക്ക്, ഇന്ത്യ ബ്ലോക്കിന് മതനിരപേക്ഷം മുഖം നൽകാനും BJP-യുടെ മതരാഷ്ട്രവാദത്തെ തടയിടാനും കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. ഒരു കൂട്ടുമന്ത്രിസഭയാണ് നിലനിൽക്കുന്നത്. മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്നത് എല്ലാ വർഗീയ ശക്തികളുടെയും ആവശ്യമാണ്, അവരുടെ മുദ്രാവാക്യമാണ്. എല്ലാ വർഗീയ ശക്തികളും എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഉൾപ്പെടെയാണ്. ആഗോളവൽക്കരണ നയങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ തകർക്കുക എന്നതും അവരുടെ നയമാണ്. ഇതെല്ലാം തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം കേരളത്തിൽ LDF സർക്കാരിനെതിരെ അതിശക്തിയായ ആക്രമണം നടത്തുന്നതിന് ഇടയാക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി അത് മറികടന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി നടത്തിയിട്ടുള്ളത്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ദുർബലമായ ജനവിഭാഗങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി. വലിയ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉണ്ടായത്. വിലക്കയറ്റം സാധാരണ നിലയിൽ ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണ് ഓണക്കാലം. എന്നാൽ ഇപ്രാവശ്യത്തെ ഓണക്കാലം വിലക്കയറ്റമില്ലാത്ത ഒരോണം, അത് ജനങ്ങൾക്ക് ആഘോഷിക്കാൻ അത്തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് പൊതുവിതരണ സംവിധാനത്തിൽ ഉൾപ്പെടെ ഇടപെട്ടതിൻ്റെ ഭാഗമായി സർക്കാരിന് കഴിഞ്ഞു. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏവരെയും അംഗീകാരം നേടിയെടുക്കുന്ന നിലപാടായി ഗവൺമെൻറ്റിൻ്റെത്. കേരളീയരെ എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തി എല്ലാ തരത്തിലും ദുരിതാശ്വാസ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് കഴിഞ്ഞു. പാർട്ടിയും സർക്കാരും ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് തുടർച്ചയായ അക്രമങ്ങൾ
ഇപ്പോൾ പാർട്ടിക്കും ഗവൺമെന്റിനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ അതിൻ്റെ നേതൃത്വത്തെ കടന്നാക്രമിക്കുക എന്ന നയമാണ് വലതുപക്ഷ ശക്തികൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിനായുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള പ്രചരണത്തിന് മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ രേഖ നിർവഹിക്കുന്നത്. മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അതിനെതിരായ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി മതനിരപേക്ഷ ശക്തികളിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിലും വലിയ അംഗീകാരം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CPIM RSS ബന്ധം സന്ധി എന്നൊക്കെ പ്രചാരവേല സംഘടിപ്പിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ അത് സംബന്ധിച്ചുള്ള ആശയ പ്രചാരവേലയെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഈ രേഖ അനിവാര്യമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരുതരം ചർച്ച BJP വിജയത്തിന് ഇടതുപക്ഷമാണ് കളമൊരുക്കിയത് എന്ന പ്രചരണം തൃശ്ശൂർ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് ശക്തിയായിട്ട് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് എന്ന കാര്യം ഞങ്ങൾ തന്നെ പല പ്രാവശ്യം പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറയുന്നതൊന്നും മുഖവിലക്കെടുക്കാൻ തയ്യാറില്ല. അവരുടേതായ പഴയകാല പ്രചരണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ UDF വോട്ടുകൾ BJPക്ക് ലഭിച്ചതാണ് വിജയത്തിനുള്ള പ്രധാന കാരണം. ഞാനതിൻ്റെ കണക്ക് വീണ്ടും ആവർത്തിക്കുന്നില്ല. 86,000-ലധികം വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. ഞങ്ങൾക്ക് 18,688 വോട്ട് കൂടുതൽ കിട്ടി. എന്നാൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ചില വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 74,000 വോട്ടിന് BJP ജയിക്കുന്നത് പ്രധാനമായും കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയുള്ള വോട്ട് BJPക്ക് അനുകൂലമായിട്ട് മാറിയ പശ്ചാത്തലത്തിലാണ്. അതാണ് തൃശ്ശൂർ പരാജയമെന്ന് അവർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പുറത്തുവിടാൻ അവർ തയ്യാറില്ല. പക്ഷേ വസ്തുതാപരമായി കാര്യങ്ങൾ അവർ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് തൃശ്ശൂർ DCC പ്രസിഡന്റിന് സ്ഥാനചലനം ഉണ്ടായതും മറ്റൊരു ജില്ലയിൽ നിന്നുള്ള പ്രസിഡന്റിനെ അവിടെ കൊണ്ടുവരേണ്ടി വരികയും ചെയ്തത്. അപ്പോൾ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് കമ്മീഷൻ കോൺഗ്രസ് നിയോഗിച്ചത് അതിൻ്റെ പേരിലുള്ള സംഘർഷങ്ങളും നാട്ടിൽ പാട്ടായിട്ടുള്ളതുമാണ് എന്ന് നമുക്ക് അറിയാം. എന്നിട്ടും CPIMനെ കുറ്റപ്പെടുത്തി അതിൻ്റെ മതനിരപേക്ഷ ഉള്ളടത്തെ തമസ്കരിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും ന്യായമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേരത്തെ തന്നെ സ്വീകരിച്ചത്. ഇവയെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെ. ഇത്തരത്തിൽ കാര്യമായ നിലപാടാണ് പാർട്ടി. കേരളത്തിലെ പോലീസ് സേന അതിൻ്റെ പ്രവർത്തനം വളരെ വ്യക്തതയോടുകൂടി പരിശോധിച്ചാൽ ഇന്ത്യയിലെ മികച്ച പോലീസ് സംവിധാനമാണ് കേരളം.